ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ് കെമിസ്ട്രി 2026 ജനുവരിയിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ 41ാമത്തെ ചോദ്യം നോക്കുക. ചൂസ് ദ റൈറ്റ് സീക്വൻസ് ഓഫ് റിയേജൻസ് റിക്വയർഡ് ടു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് കൺവേർഷൻ. അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോപ്പർ ആയിട്ടുള്ള റിയേജൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ Cl2, FeCl3, സൈക്ലോഹെക്സനോൾ, AlCl3, ആൽക്കഹോളിക് AOH, ദെൻ സൈക്ലോഹെക്സൈൽ ക്ലോറൈഡ്, AlCl3, NBSR, OOR, NaOH, ETOH, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷൻ അല്ല, ആക്ച്വലി 3 സ്റ്റെപ്സിലൂടെ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പിലും ഏത് റിയേജൻസ് ആണ് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ടാണ് ഫൈനലി ഈ പ്രോഡക്റ്റിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള കാര്യം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഉള്ളത് ആരാണ്? ബെൻസീൻ റിംഗ് ആണ് നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഉള്ളത്. ദെൻ ആ ബെൻസീൻ റിംഗിലേക്ക് നമുക്ക് ഒരു സൈക്ലോഹെക്സീനിനെയാണ് ആഡ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്, സൈക്ലോഹെക്സൈൻ ആണ്. അതിൻ്റെ ഒരു പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, ഒരു സൈക്ലോഹെക്സീനിനെയാണ് അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കിയേ. ഈ ബെൻസീൻ റിംഗ് C6H5Cl ഒരു ഒരു സൈക്ലോ അല്ലെങ്കിൽ ഒരു ആരോമാറ്റിക് ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് യൂഷ്വലി AlCl3യുടെ പ്രസൻസിലാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബെൻസീൻ ഒരു സൈക്ലോ ഹെക്സൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ അല്ലെ സൈക്ലോ ഹെക്സൈൽ ക്ലോറൈഡുമായിട്ട് ഒരു ലൂയിസ് ആസിഡ് AlCl3യുടെ വല്ലതും പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് സൈക്ലോ ഹെക്സൈൽ ബെൻസീൻ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സൈക്ലോ ഹെക്സൈൽ ബെൻസീൻ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബെൻസീൻ റിംഗ് ഒരു സൈക്ലോ ഹെക്സൈൽ ക്ലോറൈഡുമായിട്ട് AlCl3യുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സൈക്ലോ ഹെക്സൈൽ ബെൻസീൻ നമുക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബെൻസൈലിക് ബ്രോമിനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് NBS is the standard reagent for selectical radical substitution at the benzylic position and this yields 1 bromo 1 phenyl cyclohexane. അതായത് ബെൻസൈലിക് ബ്രോമിനേഷൻ റിയാക്ഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ റിയേജന്റ് റിയേജന്റ് NBS ആൻഡ് ROORന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, NBS എന്ന് പറയുന്നത് ബ്രോമിന്റെ സെലക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ നമ്മൾ NBS ആണ് ഇഫക്റ്റീവ് റിയേജന്റ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് C6H5 C6H10Br എന്നുള്ള കോമ്പൗണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോം ചെയ്യും. എന്നിട്ട് ഡീഹൈഡ്രോ ഹാലജനേഷൻ, ഈ ബ്രോമിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ എന്താ നടക്കുക? Treatment with a strong base in an alcoholic solvent promote E2 elimination reaction. The removal of HBr follows Zaitsev rule resulting in the most substituted and stable product. അതായത് ഇപ്പം നമ്മൾ ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ് നടത്തുന്നത്. അതായത് നമുക്ക് അവിടുന്ന് ആ ഹാലജനെ റിമൂവ് ചെയ്യണം അല്ലേ. റിമൂവ് ചെയ്യുന്ന സമയത്ത് സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം HBr ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഇവിടുത്തെ ഹൈഡ്രജൻ, ഈ പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ Hഉം Brഉം അവിടുന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേന് അത് ബാലൻസ് ചെയ്യാനായിട്ട് അവിടെ ആര് വരും? ഡബിൾ ബോണ്ട് വരും അല്ലേ. ഇത് നോക്കിക്കേ, ഇതല്ലായിരുന്നോ നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ്, ഒരു ബെൻസീൻ റിംഗ്, അതിലേക്ക് ഒരു സൈക്ലോ ഹെക്സൈൻ റിംഗിനകത്ത് ഒരു ഡബിൾ ബോണ്ട് വരുന്ന സ്പീഷീസ് അല്ലേ. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ വഴി ആ ബ്രോമിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിയേജൻസ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. അപ്പം സൈക്ലോ ഹെക്സൈൽ ക്ലോറൈഡും AlCl3യുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, സെലക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ NBS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. NBS RORന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമുക്ക് ആ ബ്രോമിനെ അവിടുന്ന് HBr ആയിട്ട് സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം HBr അവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. ഈവൺ എലിമിനേഷൻ നടക്കണം അല്ലേ. എലിമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രോങ്
സ്ട്രോങ് ആയിട്ടുള്ള ബേസിന്റെ പ്രസൻസിൽ റിയാക്ഷനെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നു, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തന്നിട്ടുള്ളത് പോലത്തെ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ NMR സ്പെക്ട്രോസ്കോപ്പി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ESR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ചോദ്യം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ESR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്പർ ഓഫ് സിഗ്നൽസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാവും. 1, 2, 3 ചോദ്യങ്ങളൊക്കെ സാധാരണ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ സ്പെക്ട്രോസ്കോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 4-5 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അത്തരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ ചോദ്യം. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ H1 NMR ആണ്. ഈ ഒരു സ്പീഷീസിന്റെ H1 NMR നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എത്ര സിഗ്നൽസ് കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എത്ര സിഗ്നൽസ് H1 NMR ആണ് അല്ലേ. അപ്പം റൂം ടെമ്പറേച്ചറിൽ എത്ര സിഗ്നൽസ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻസ് അവിടെ ഉണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലേ. H1 NMR അല്ലേ, അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ഹൈഡ്രജൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കിയാൽ മതി. നോക്കുക, ഈ സ്പീഷീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദാണ്ടേ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇവിടുത്തെ ഹൈഡ്രജനും നമ്മൾ വിചാരിക്കും ഇവിടെ സൾഫറിന്റെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള 2 ഹൈഡ്രജൻസ് അല്ലേ, അപ്പം ആ 2 ഹൈഡ്രജനും സെയിം ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നോക്കിക്കേ, ഈ ഹൈഡ്രജന്റെ ഇപ്പുറത്തേക്ക് അറ്റാച്ച്മെന്റ് പോയിട്ടുള്ളത് എന്താ, ഈ റിങ്ങിന്റെ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഈ ഹൈഡ്രജന്റെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൾക്കി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എൻവയോൺമെന്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതൊരു പീക്ക്, ഇത് രണ്ടാമത്തെ മറ്റൊരു പീക്കായിരിക്കും ഈ ഹൈഡ്രജൻ തരുന്നത്. അടുത്ത ഹൈഡ്രജനിന് ഈ പൊസിഷനിലുണ്ട്, അത് വ്യത്യസ്തമായിട്ടുള്ള ആളാണ് വീണ്ടും. അപ്പോൾ അയാൾ നാട്ടെ വീണ്ടും മൂന്നാമത്തെ ഒരു പീക്ക് തരുന്നത്. ഇനി ഇവിടെ നമ്മൾ വിചാരിക്കും ഇത് NH2-ന്റെ ഭാഗമല്ലേ ഈ 2 ഹൈഡ്രജൻ. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ ഒരേപോലെയുള്ള ഹൈഡ്രജനാണ്. സോ അവർ രണ്ടുപേർക്കും സെയിം എൻവയോൺമെന്റ് ആണ്. സോ അവർ ഒറ്റ സിഗ്നൽ തരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും 1, 2, 3 ഇതിന് രണ്ടും കൂടെ ചേർന്ന് 1, മൊത്തത്തിൽ 4 സിഗ്നൽസ് ആയിരിക്കും കിട്ടും എന്ന് വിചാരിക്കും. മോസ്റ്റ് ഓഫ് ദി ആളുകളും ഈ ഓപ്ഷൻ സി 4 മാർക്ക് ചെയ്ത് വെക്കും. പക്ഷേ നോക്കുക, ഈ ഹൈഡ്രജന്റെ എൻവയോൺമെന്റിൽ തൊട്ടടുത്തായിട്ട് ഒരു C+O ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഈ ഹൈഡ്രജന്റെ അടുത്തായിട്ട് അതുണ്ടോ, ഇല്ല. അപ്പോൾ ആ C+O എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ടടുത്ത് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും എൻവയോൺമെന്റ് നമുക്ക് സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ C+O ക്ലോസർ ആയിട്ടാണ്, മറ്റേ ആൾ കുറച്ച് ദൂരത്തായിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ ആ 2 ഹൈഡ്രജൻസിനെ NH2-ന്റെ ഭാഗമായിട്ടുള്ള 2 ഹൈഡ്രജൻസിനെയും നമുക്ക് 2 ഡിഫറെൻറ്റ് ഹൈഡ്രജൻസ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇയാൾ ഒരു സിഗ്നൽ, ഇയാൾ മറ്റൊരു സിഗ്നൽ. അപ്പോൾ ടോട്ടലി എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജൻസ് നമുക്ക് ഈ ഒരു സ്പീഷീസിൽ കാണാൻ കഴിഞ്ഞു? 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ എത്ര സിഗ്നൽസ് നമുക്കിവിടെ കിട്ടും? 5 സിഗ്നൽസ് ഈ ഒരു സ്പീഷീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പം 5 സിഗ്നൽസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. NMR-ന്റെ ബേസിക്സ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഷുവർ ആയിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ ഹെർമീഷ്യൻ, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഹെർമീഷ്യൻ, ആന്റി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. h/2πi ഇൻറ്റു ∂/∂x, x ∂2/∂x², i ഇൻറ്റു ∂/∂x. ഇതിലേതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇതിൽ ഏത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക. ആൻ ഓപ്പറേറ്റർ phi acting on any two wave functions psi1 and psi2 is said to be Hermitian if psi1 star phi psi2 dτ equal to psi2 into alpha psi1 star dτ. ഈ ഒരു കണ്ടീഷൻ, അതായത് ആൽഫ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, അത് psi1 psi2 എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസിൽ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ എനിക്ക് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയണമെങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്താ? psi1 സ്റ്റാർ ഇൻറ്റു ആൽഫ psi2 dτ ഈസ് ഈക്വൽ ടു psi2 ഇൻറ്റു ആൽഫ psi1 സ്റ്റാർ dτ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊന്നും നിങ്ങൾ മനസ്സിലായില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നോക്കുക, ഇഫ് എയുടെ അഡ്ജോയിൻ്റ് എടുക്കുന്ന സമയത്ത് എ തന്നെ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഹെർമീഷ്യൻ ആണ്.
എന്നാൽ എയുടെ അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് മൈനസ് എ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ആന്റി ഹെർമീഷ്യൻ ആണ്. ഇനി എയും അല്ല മൈനസ് എയും അല്ല മറ്റേതെങ്കിലും വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് നോൺ ഹെർമീഷ്യൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹെർമീഷ്യൻ ആവണം എന്നുണ്ടെങ്കിൽ ആ എയുടെ അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ ഹെർമീഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് എക്സിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ് കിട്ടുക. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെയാണ് കിട്ടുക. പക്ഷേ ഐയുടെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഐ ആണ് കിട്ടുക. ആൻഡ് ഡി ബൈ ഡി എക്സിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഡി ബൈ ഡി എക്സ് ആണ് കിട്ടുക. ഈ 4 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എക്സിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ് കിട്ടുക. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെയാണ് കിട്ടുക. ഐയുടെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ആണ് കിട്ടുക. ഡി ബൈ ഡി എക്സിൻ്റെ അഡ്ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡി ബൈ ഡി എക്സ് ആണ് കിട്ടുക. ഐയുടെയും ഡി ബൈ ഡി എക്സിൻ്റെയും കേസിലേ ഉള്ളൂ മൈനസ് ആയിട്ട് മാറുന്നത്. എക്സും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറും സെയിം അതേപോലെ തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേത് എച്ച് ബൈ 2πi ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്. എച്ച് ബൈ 2π എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? എച്ച് ക്രോസിന് തുല്യമാണ്. എച്ച് ബൈ 2π എന്ന് പറയുന്നത് എച്ച് ക്രോസിന് തുല്യമാണ്. ഓക്കെ, ഐ നമുക്ക് 1/i ആണ്, അതിനെ നമുക്ക് മൈനസ് ഐ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 1/i അല്ലേ, അപ്പം അതിനെ ഞാൻ മൈനസ് ഐ എന്ന് കൊടുത്തു. ഡോ ബൈ ഡോ എക്സ്, രണ്ടാമത്തത് എക്സ്, മൂന്നാമത്തെ എക്സ് ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് എന്നല്ലേ, അതിനെ ഞാൻ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതി. അവസാനത്തേനെ ഞാൻ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് തന്നെ എഴുതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നേ ഉള്ളൂ. എച്ച് ബൈ 2πi ഡോ ബൈ ഡോ എക്സിനെ ഞാൻ എച്ച് ബൈ 2π എന്ന് പറയുന്നത് എച്ച് ക്രോസ് ആണ്, അപ്പം മൈനസ് എച്ച് ക്രോസ് ഐ 1/iനെ ഞാൻ മൈനസ് ഐ എന്ന് കൊടുത്തു. സോ മൈനസ് എച്ച് ക്രോസ് ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ദെൻ എക്സിനെ അതേപോലെ തന്നെ എഴുതി. ഡോ ക്യൂബ് ബൈ ഡോ എക്സ് ക്യൂബിന് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ദെൻ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ് അവസാനത്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം നമുക്ക് അഡ്ജോയിന്റ് ഒന്ന് എടുത്ത് നോക്കാമേ, എന്ത് വരും എന്ന് നോക്കിക്കേ. മൈനസ് എച്ച് ക്രോസ് മൈനസ് എച്ച് ക്രോസ് ഐയുടെ എന്ത് വരും എന്നാണ് നമ്മൾ പഠിച്ചത്? മൈനസ് ഐ വരുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഐയുടെ അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് മൈനസ് ഐ വരുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഡോ ബൈ ഡോ എക്സിന്റെ അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് എന്ത് വരും എന്നാണ് നമ്മൾ പഠിച്ചേ? മൈനസ് ഡോ ബൈ ഡോ എക്സ് വരുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇനി അതിനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടെ മൊത്തത്തിൽ എത്ര മൈനസ് ഉണ്ട്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, ബാക്കി അതുപോലെ എഴുതാം. മൈനസ് എച്ച് ക്രോസ് ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഇത് തന്നെ അല്ലായിരുന്നു ചോദ്യത്തിലും, മൈനസ് എച്ച് ക്രോസ് ഐ ഡോ ബൈ ഡോ എക്സ്. അപ്പോൾ അതിൻ്റെ അഡ്ജോയിന്റ് എടുത്തപ്പോൾ മാറ്റം വല്ലതും വന്നോ? ഇല്ല, എയുടെ അഡ്ജോയിന്റ് എടുത്തപ്പോൾ എ ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ അതെന്താണ്? ഹെർമീഷ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഹെർമീഷ്യൻ ആണ് എന്നുള്ളത് കിട്ടി. അടുത്ത എക്സിൻ്റെ അഡ്ജോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? എക്സ് തന്നെയാണ്, അതും ഹെർമീഷ്യൻ ആണ്, പ്രശ്നമൊന്നുമില്ല. അടുത്ത നോക്കിക്കേ, ഡോ ക്യൂബ് ബൈ ഡോ എക്സ് ക്യൂബാ, അതിനെ ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഡോ ബൈ ഡോ എക്സിന്റെ അഡ്ജോയിന്റ് എടുക്കുമ്പോൾ എന്താ വരിക? ഡോ ബൈ, ഇതിനെ നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് ഇൻറ്റു ഇതിന്റെ അഡ്ജോയിന്റ് എന്ന് എടുക്കാം. ഓക്കെ, ഡോ ബൈ ഡോ എക്സിന്റെ അഡ്ജോയിന്റ് എടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് ഡോ ബൈ ഡോ എക്സ്. ഡോ സ്ക്വയർ ബൈ ഡോ എക്സിനെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. അപ്പം മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതിനെ എന്ത് വരും? മൈനസ് ഡോ ക്യൂബ് ബൈ ഡോ എക്സ് ക്യൂബ് എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഡോ ക്യൂബ് ബൈ ഡോ എക്സ് ക്യൂബ് ആയിരുന്നു. പക്ഷെ അഡ്ജോയിന്റ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് ഡോ ക്യൂബ് ബൈ ഡോ എക്സ് ക്യൂബ് എന്നാണ് അല്ലേ. അതായത് എയുടെ അഡ്ജോയിന്റ് എടുത്തപ്പോൾ നമുക്ക് മൈനസ് എ എന്നാണ് കിട്ടിയത്. അതായത് ഇത് ഹെർമീഷ്യൻ ആണോ? അല്ല, ആന്റി ഹെർമീഷ്യൻ ആണ്. ഓപ്ഷൻ സി എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്. ഐയുടെ എന്താണ് അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത്? എന്താ കിട്ടുക? മൈനസ് ഐ. ഡോ ബൈ ഡോ എക്സിന്റെ എന്താ കിട്ടുക? മൈനസ് ഡോ ബൈ ഡോ എക്സ്. മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ്. ഐ ഇൻറ്റു
ഡോ ബൈ ഡോ എക്സ്. അത് തന്നെ ചോദ്യം തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടിയത്. അതായത് ഇവിടെ നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് എടുത്ത സമയത്ത് സെയിം അത് തന്നെ എ തന്നെയാണ് കിട്ടിയത്, മാറ്റമൊന്നുമില്ല. അപ്പം ഓപ്ഷൻ എയിലും ബിയിലും ഡിയിലും നമ്മൾ അഡ്ജോയിന്റ് എടുത്ത സമയത്ത് സെയിം എ തന്നെയാണ് കിട്ടിയേക്കുന്നത്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻ സിയിൽ മാത്രം നമുക്ക് മൈനസ് എ കിട്ടി, അതായത് ആന്റി ഹെർമീഷ്യൻ ആണ്. അപ്പൊ ചോദ്യം ഏതായിരുന്നു, ഏതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ലാത്തത് ഏതാണ്? എവിടെയാണോ നമുക്ക് ഫംഗ്ഷൻ അതേപോലെ റീറ്റെയിൻ ചെയ്ത് കിട്ടാതെ നെഗറ്റീവ് കിട്ടി വന്നത്, അതാണ് ആന്റി ഹെർമീഷ്യൻ അല്ലെങ്കിൽ ഹെർമീഷ്യൻ അല്ലാത്തത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഒന്നുമില്ല, ഇപ്പം ഇൻ കേസ് അതിൻ്റെ കൺസെപ്ച്വലി ഉള്ള കാര്യങ്ങൾ അറിയത്തില്ല എങ്കിൽ പോലും അത് ചെയ്യാനുള്ള ഒരു വേ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഐയുടേത് എടുക്കുമ്പോൾ അഡ്ജോയിന്റ് എടുക്കുന്ന സമയത്ത് മൈനസ് ഐ ആണ്, ഡി ബൈ ഡി എക്സിൻ്റെ എടുക്കുമ്പോൾ മൈനസ് ഡി ബൈ ഡി എക്സ് ആണ്, എക്സിൻ്റെ എക്സ് തന്നെയാണ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ അത് തന്നെയാണ്. ജസ്റ്റ് ഈ 4 പോയിന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് നോക്കുക, 44ാമത്തെ ചോദ്യം. ഇതും മിക്ക തവണയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു +2 തൊട്ടിട്ടേ പഠിച്ചു വരുന്നതാണ്. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്താണ് ABC യൂണിറ്റ് സെൽ ഡയമെൻഷൻസും ആൽഫ ബീറ്റ ഗാമ ആംഗിൾസിൻ്റെ ഡയമെൻഷൻസും ഓരോ ക്രിസ്റ്റൽ സിസ്റ്റംസിൻ്റെ കേസിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. ഓർത്തോറോംബിക്കിൻ്റെ കേസിൽ ലാറ്റിസ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് വരുന്നത്? A not equal to B not equal to C, alpha not equal to beta not equal to gamma not equal to 90, A not equal to B not equal to C and alpha equal to beta equal to gamma equal to 90 degree. Then A equal to B equal to C and alpha equal to beta equal to gamma not equal to 90 degree. Then A equal to B not equal to C and alpha equal to beta equal to gamma equal to 90 degree. Okay, അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിച്ചു വെക്കുന്ന സമയത്ത് ഇതേ ഓർഡറിൽ തന്നെ യൂണിറ്റ് സെൽസ് പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിലുള്ള കാര്യം നമുക്ക് തെറ്റിപ്പോത്തില്ല, നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ക്യൂബിക്ക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക് കേട്ടോ. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ആ ഓർഡറിലങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതും എളുപ്പമാണ്. A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. പിന്നെ A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. വീണ്ടും A not equal to B not equal to C. അത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. വീണ്ടും A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. വീണ്ടും A not equal to B not equal to C. ഓക്കെ, then ആൽഫ ബീറ്റ ഗാമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 3 പേർക്കും ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. 4ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാവും. ഓക്കെ, 5ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, പക്ഷേ ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി ആവും. ഓക്കെ, അടുത്ത ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആവും. അവസാനത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ അത് എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ആദ്യത്തെ 3 പേർക്ക് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. 4ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അടുത്ത ആളിലേക്ക് വരുമ്പോൾ 5ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. 6ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. 7ാമത്തെ ആളിലേക്ക് വരുമ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ യൂണിറ്റ് സെൽസ് പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിൽ ഈ പറയുന്ന ABC ആൻഡ് ആൽഫ ബീറ്റ ഗാമാസ് തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? സോ ഓർത്തോറോംബിക്കിൻ്റെ ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് കറക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നത്? ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക് 3ാമത്തെ ആളാണ് അല്ലേ? അപ്പോൾ A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ B ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. എളുപ്പമുള്ള ചോദ്യമാണ്. സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഈസ് റൊട്ടേഷണലി ആക്റ്റീവ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഷോസ് റൊട്ടേഷണൽ സ്പെക്ട്രം. ഇവിടെ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് SF6 ഉണ്ട്, CCl4 ഉണ്ട്, CO2 ഉണ്ട്, CO ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പീഷീസ് റൊട്ടേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? മോളിക്യൂൾ ഷുഡ് പോസസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്.
ഓക്കെ, ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസിനെ മാത്രമേ നമുക്ക് റൊട്ടേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 0 ആണെന്ന് കരുതിക്കോ. ഓക്കെ, ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് 0 ആണെന്ന് കരുതിക്കോ. അപ്പോൾ അവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആണെന്നുണ്ടെങ്കിൽ അവർ യാതൊരു കാരണവശാലും റൊട്ടേഷണൽ സ്പെക്ട്രം തരത്തില്ല. ഓക്കെ, അവർ മൈക്രോവേവ് സ്പെക്ട്രം അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം തരത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂള് റൊട്ടേഷണലി ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഓക്കെ അവരുടെ അവർക്കൊരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഒരു ഡൈപോൾ മൊമെന്റിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവണം. അത് 0 ആയി കഴിഞ്ഞാൽ അവർ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും കേട്ടോ. റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും അവർ വരിക. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, പിന്നെ നമ്മൾ എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് റൊട്ടേഷണലി ആക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളത്, അല്ലെ ആർക്കാണ് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത്? ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ H2, O2, N2, Cl2 ഇവരുടെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇവരുടെയൊക്കെ കേസ് എടുത്താലുള്ള പ്രശ്നം എന്താ? ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാ. സോ അവരെന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ഒന്നും തന്നെ റൊട്ടേഷണലി ആക്റ്റീവ് അല്ല, റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, റൊട്ടേഷണൽ സ്പെക്ട്രം തരത്തില്ല. അതേപോലെ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസ്, ഇപ്പോൾ CO2ന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? CO2ന്റെ ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അത് പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല, 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഉള്ളത്. ഇനി പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിക്യൂൾസും പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ മോളിക്യൂൾസിനെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയും ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും വരിക. കാരണം ഇപ്പം ഞാൻ മീഥേൻ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ മോളിക്യൂൾ ആണ് അല്ലേ. അപ്പോൾ ഇവരുടെ കേസ് എടുത്താൽ ഇവർക്ക് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അത് പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ ഒക്ടാഹെഡ്രൽ മോളിക്യൂൾസ് SF6 ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, അവർക്ക് ഇതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ചെയ്യും. ഇതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ചെയ്യും. ഇതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ചെയ്യും. അപ്പോൾ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലും പെർഫെക്റ്റ് ടെട്രാഹെഡ്രലുമായിട്ടുള്ള സ്പീഷീസുകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരും എന്താണ്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല, 0 ഡൈപോൾ മൊമെന്റ് ആണ്. അങ്ങനെയുള്ള സ്പീഷീസുകളും യൂഷ്വലി റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം തരികയില്ല. അതിന് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്പീഷീസുകളെ ഓരോരുത്തരായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. SF6ന്റെ പ്രത്യേകത എന്താണ്? പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജിയോമെട്രി ഉള്ള സ്പീഷീസ് ആണ്. CCl4 പ്രത്യേകത എന്താണ്? പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ള സ്പീഷീസ് ആണ്. CO2 പ്രത്യേകത എന്താണ്? ലീനിയർ മോളിക്യൂൾ ആണ്. ഇവർക്ക് 3 പേർക്കും 0 ഡൈപോൾ മൊമെന്റ് ആണ്, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല, റൊട്ടേഷണൽ സ്പെക്ട്രം തരത്തില്ല. ഓക്കെ, സിഒയുടെ കേസിൽ മാത്രമാണ് ഇങ്ങോട്ടും വ്യത്യസ്തമായിട്ടുള്ള ഡൈപോൾ മൊമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കൂട്ടത്തിൽ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജിയോമെട്രി ഉള്ളവർക്കും പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ളവർക്കും ലീനിയർ ജിയോമെട്രി ഉള്ള മോളിക്യൂൾസിനും 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല, അവർ റൊട്ടേഷണൽ സ്പെക്ട്രം തരത്തില്ല. മനസ്സിലായോ? ക്ലിയർ ആണേ? ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി, CO മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കുക. നമ്മുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് കാർബണൈൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കേട്ടോ. കാർബണൈൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്പീഷീസ് ഇവിടെ തന്നിട്ടുണ്ട്. 3 സ്പീഷീസ് തന്നേക്കുന്നതിൽ ആദ്യത്തെ ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. 2ഉം 3ഉം 6 മെമ്പേർഡ് റിംഗ് തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഡബിൾ ബോണ്ട്സിൽ വന്നിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡബിൾ ബോണ്ടിൽ വന്നിട്ടുള്ള ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഒരു ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് ദാണ്ട് ഈ ഓക്സിജൻ്റെ ഇപ്പുറത്താണ്. ഒരു ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് ദാണ്ട് CO ആയിട്ട് കോൺജുഗേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ കേസിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തറിയണം? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓർഡർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ നിങ്ങൾ,
ഒന്നാമത്തെ ഫാക്ടറാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. എങ്ങനെയാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ്സ് attached to the carbonyl carbon such as halogens in acid chlorides withdraw electron density, increasing the bond order and shift the frequency to higher range. അപ്പോൾ നോക്കാം, മൈനസ് ഐ ഇഫക്റ്റ് അല്ലെങ്കിൽ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള കേസസിൽ, ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പുകൾ വരുന്ന കേസസിൽ എന്ത് സംഭവിക്കും? അതായത് ഇപ്പോൾ ഹാലജൻസ് പോലെയുള്ള എന്തെങ്കിലും ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യും. മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോൺ ഡെൻസിറ്റിനെ വിഡ്രോ ചെയ്യും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ബോണ്ട് ഓർഡർ കൂടും. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യും? സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും കൂടും. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള സ്പീഷീസുകൾ നമ്മുടെ കോമ്പൗണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. ഓക്കെ. രണ്ടാമത്തെ ഫാക്ടറാണ് റെസൊണൻസ് ഇഫക്റ്റ്. എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കേ. Groups that can donate electrons through resonance decrease the double bond character and shifting the frequency lower. ഇനി ഏത് മോളിക്യൂളിൻ്റെ കേസിലാണോ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ടും പോസിബിൾ ആയിട്ടുള്ളത് അവരുടെ കേസിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, നോക്കിക്കേ. ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ത്രൂ resonance like lone pair of nitrogen in amides decreases the double bond character and shift the frequency to lower value. അപ്പം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുന്നു. റെസൊണൻസ് ഇഫക്റ്റ് വരുന്ന സമയത്ത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ കുറയുന്നു. ഇനി നെക്സ്റ്റ് ഫാക്ടർ കോൺജുഗേഷൻ ആണ്. നോക്കുക, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഓർ കോൺജുഗേഷൻ വിത്ത് ദി അറോമാറ്റിക് റിംഗ് delocalizes the pi electrons, reducing the force constant, and this typically lowers the frequency by 25 to 45 centimeter inverse. അതായത് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന ഇപ്പോൾ ഒരു സ്പീഷീസിനകത്ത് അവർ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. CO എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങുമായിട്ട് കോൺജുഗേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പീഷീസിൽ അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി നോർമലി വരുന്ന സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെക്കാട്ടിൽ ഏകദേശം ഒരു 25 മുതൽ 40 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ കോൺജുഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. മനസ്സിലായോ? നെക്സ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. നോക്കുക, both intermolecular and intramolecular hydrogen bonding weak CO bond by increasing the length which reduces the stretching frequency. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പീഷീസിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ്, അതിപ്പോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിക്കോട്ടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിക്കോട്ടെ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ബോണ്ടിങ്ങും അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ ഡിക്രീസ് ചെയ്യിക്കും. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റിംഗ് സൈസ് അല്ലെങ്കിൽ റിംഗ് സ്ട്രെയിൻ. അതായത് സൈക്ലിക് കീറ്റോൺസ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ റിംഗ് സൈസ് കുറയുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. അതായത് ഒരു 5 മെമ്പേർഡ് റിംഗും 6 മെമ്പേർഡ് റിങ്ങിനെയും കീറ്റോൺസിനെയും നമ്മൾ കൺസിഡർ ചെയ്താൽ 5 മെമ്പേർഡ് ആയിട്ടുള്ള കീറ്റോൺസ് ആയിരിക്കും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതൽ കാണിക്കുക കമ്പയർഡ് ടു 6 മെമ്പേർഡ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേന് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഹയർ റേഞ്ചിലോട്ട് പോകും. ദെൻ റെസൊണൻസ് ഇഫക്റ്റ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആകുമ്പോഴത്തേന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഓർ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ കോൺജുഗേഷൻ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ കോൺജുഗേഷൻ വരുമ്പോഴത്തേനും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. ദെൻ റിംഗ് സൈസ് കുറയുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുന്നു. ഓക്കെ, സോ ഇത്രയും ഫാക്ടേഴ്സ് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഇനി അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കിക്കേ. ആദ്യം നമുക്ക് റിംഗ് സൈസ് വെച്ചിട്ട് നോക്കാം. റിംഗ് സൈസ് കുറയുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇത് 5 മെമ്പേർഡ്, ഇത് 6 മെമ്പേർഡ്, 6 മെമ്പേർഡ്. അപ്പോൾ തീർച്ചയായിട്ടും 5 മെമ്പേർഡ് റിങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉള്ളത് അല്ലേ? അപ്പോൾ റിംഗ് സൈസ് വെച്ചിട്ട് അത് നമുക്ക് ഉറപ്പിക്കാം. സോ 1-നാണ് ഏറ്റവും കൂടുതൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ 1-ന് ഏറ്റവും കൂടുതലുള്ള 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ടിലും ആർക്കാണ് കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് കോൺജുഗേഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ നോക്കാം. നമ്മൾ പറഞ്ഞു കോൺജുഗേഷൻ ഉള്ള അല്ലെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വരുന്ന കേസസിൽ നോർമലി ഉള്ള സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ കട്ടിൽ 25 to 40 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡിക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, ഇവിടെ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഈ ഓക്സിജനും കഴിഞ്ഞിട്ടാണ് ഇവിടെ അൺസാച്ചുറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വന്നപ്പോഴത്തേന് ഈ മൂന്നാമത്തേനെക്കാട്ടി എന്ത് ചെയ്തു? രണ്ടാമത്തേന് കുറഞ്ഞു. മനസ്സിലായോ? കോൺജുഗേഷൻ വരുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും എന്ന് പറഞ്ഞു അല്ലെ? ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വരുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും എന്ന് പറഞ്ഞു. അപ്പം ആർക്കാണ് ഏറ്റവും കുറവ് വരുന്നത്? 2-ന്, ആൻഡ് ഇന്റർമീഡിയറ്റിൽ വരുന്നത് 3. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്